ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പന്നീർ പൂവിൽ ശ്രുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതെ ശ്രുതിയെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി വന്ന് വിളിച്ചു എഴുന്നേക്കുന്നില്ല, ചന്ദ്ര വന്ന് വിളിച്ചു എഴുന്നേക്കില്ല. ചന്ദ്ര വല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു അമ്മയുടെ വാത്സല്യത്തോടുകൂടി മോനെ കണ്ണപ്പ ചെല്ല നീക്കിട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതിനെ സ്നേഹിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. എഴുന്നേക്കുന്നില്ല. ശ്രുതി വന്നിട്ട് ശ്രുതി ഒന്ന് എഴുന്നേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി സംസാരിക്കുമ്പോൾ ചന്ദ്ര എന്താ ശ്രുതി നീ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഭയങ്കര വാത്സല്യത്തോട് കൂടിയിട്ട് ശ്രുതിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി എഴുന്നേക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടിട്ട് സച്ചി കയറി എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ എഴുന്നേക്കുന്നില്ല, അവന് കട തുറക്കാനുള്ളതല്ലേ, അവൻ എന്താ എഴുന്നേക്കാത്തെന്ന് ചോദിക്കുകയാണ് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ ഇവരെ എഴുന്നേക്കാൻ ഒരു വഴിയുണ്ട് അച്ഛൻ പറയണം. അപ്പോൾ വർഷ പറയാണ് ഇതിപ്പോൾ ഒരാഴ്ച ഉറക്കാവോ, ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശ്രുതിയേട്ട ഒരാഴ്ച പിന്നെ റെസ്റ്റ് എടുത്ത് ഉറങ്ങുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടമില്ല. ശ്രുതി പറയുന്ന വർഷയെ അങ്ങനെ കളിയാക്കേണ്ട, ഹാർഡ് വർക്ക് ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ കുറ്റപ്പെടുത്താണ് ശ്രുതി. അത് കഴിഞ്ഞിട്ട് സച്ചി വന്നിട്ട് പറയും ഞാൻ ഇപ്പോൾ ഉണർത്താവുന്ന. സച്ചി വേഗം താഴത്ത് പോയിട്ടൊരു ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്തു കൊടുന്ന് ആ വെള്ളം ശ്രുതിയുടെ മുഖത്തേക്ക് വയ്ക്കുമ്പോൾ ശ്രുതി ചാടി എഴുന്നേക്കും. അപ്പോൾ ശ്രുതി പറയും എന്താ ഈ ചെയ്തത്, എന്ത് ദ്രോഹമായി ചെയ്തതെന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി എഴുന്നേക്കാത്തതിലല്ല അവർക്ക് ബുദ്ധിമുട്ട്, ശ്രുതിനെ സച്ചി ഇങ്ങനെ വെള്ളം ഒഴിച്ച് ശല്യപ്പെടുത്തിയാലാണ് അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പോൾ അവ എഴുന്നേറ്റത് കണ്ടില്ലേ, എടാ നിനക്ക് പോകണ്ടേ, കട തുറക്കാൻ പോകണ്ടേ, നീ എന്തുറക്കം ഉറങ്ങണം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിനെ സച്ചി ദേഷ്യപ്പെടാണ്. അങ്ങനെ ശ്രുതിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ രേവതി അടുക്കളയ്ക്ക് വന്നപ്പോൾ ചന്ദ്രമതി പിന്നാലെ രേവതിയോട് വന്നിട്ട് പറയുന്നു, രേവതി ഇന്ന് ശ്രുതിക്ക് മീൻകറിയും മീൻ വറുത്തതും ചിക്കനും വേണം, ശ്രുതിക്ക് വെജിറ്റബിൾ ബിരിയാണി പനീർ ബട്ടർ മസാലയും വേണം എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഞാൻ സാമ്പാറും മീൻകറിയും തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും കഴിക്കുന്ന പോലെ ഫുഡ് തന്നെ അവർക്കും കഴിക്കാൻ പറ്റില്ല, എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഒന്നാമത് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഹസ്ബൻഡിന് ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്ത് കൊടുക്കരുത് പറഞ്ഞിട്ട്, ഞാൻ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കോ എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാം എനിക്കറിയാതെ നിനക്ക് എന്തിൻ്റെ സുഖേടാന്ന് എനിക്കറിയാം, നീ ഇന്നലെ റൂം കിട്ടാത്തതിൻ്റെ ഇതല്ലേ നിങ്ങൾക്ക് ഒരുമിച്ച് റൂമിൽ കിടക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമല്ലേ നിനക്ക്, അപ്പോൾ ഞങ്ങളിപ്പോൾ എന്നും റൂമിലാണ് കിടക്കുന്നത്, ഞങ്ങൾ ടെറസിലല്ലേ കിടക്കാറ്, അമ്മ എന്തിനാ അങ്ങനെ സംസാരിക്കണം ചോദിക്കണ രേവതി. അപ്പോൾ ചന്ദ്രമതി പറയണേ എനിക്കറിയാതെ എത്ര ആൾക്കാരുണ്ടെങ്കിൽ നാണോ മനയിലുണ്ട്, റൂമിന് വേണ്ടിയിട്ട് ഓപ്പണായിട്ട് നിങ്ങൾ തല്ലുകൂടല്ലേ, അവന് നീയും കൂടി ഒരുമിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ കലിപ്പാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതി അപമാനിക്കുമ്പോൾ രേവതി മിണ്ടരുത് നിങ്ങൾ, ഇനി നിങ്ങളിങ്ങനെ ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാമായി സച്ചിത്തിൻ്റെ അമ്മയായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്, വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ ഈ തിളച്ച കറി എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കാൻ പറയാണ്. അപ്പോൾ ഇതൊക്കെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ, എന്തായാലും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇറങ്ങാൻ സൗകര്യമില്ല, ഞാൻ ഉണ്ടാക്കില്ല, ഇവിടെ ഉണ്ടാക്കിയ ഫുഡ് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിക്കുക, ഇത് എൻ്റെ തീരുമാനത്തിൽ മാറ്റില്ല, ഞാൻ ഉണ്ടാക്കില്ല പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞു. എന്നിട്ട് ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കരയാണ്. ചന്ദ്രമതി പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് കരയാണ്. അത് കഴിഞ്ഞ് പിന്നെ സച്ചി കാറിൻ്റെ ടയറെന്തോ ശരിയാക്കണ സമയത്ത് ഒരു വണ്ടി വന്ന് നിൽക്കും ഉമ്മറത്ത്. അപ്പോൾ സച്ചി ആരാ ചോദിക്കുമ്പോൾ ഇവിടേക്ക് ഒരു എ സി തരാൻ വേണ്ടി വന്നതാണ് പറയും, കടയിൽ നിന്നാണ് അവർ. അപ്പോൾ സച്ചി പറയും ഇതാര് തന്നത് വയ്ക്കുമ്പോൾ രവീന്ദ്രൻ്റെ വീടല്ലേ, ഞങ്ങളിവിടെ ആർക്കും എ സിക്ക് ഓർഡർ കൊടുത്തിട്ടില്ല, പറയുമ്പോൾ രവീന്ദ്രൻ്റെ വീടല്ലേ, ഇവിടുന്ന് ഇവിടേക്കൊരു എ സി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പറയും. അപ്പോൾ സച്ചി ചോദിക്കും ഞങ്ങളാർക്കും ഓർഡർ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ ഇതാണ് അഡ്രസ്സ് പറയും. അപ്പോൾ സച്ചി പറയും ഇത് എവിടുന്നാണ് വന്നേക്കണൊക്കെ മധുസൂദനം പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ സച്ചി പറയും അങ്ങനെ ഒരാളുടെ എ സി ഇവിടെ ആവശ്യമില്ല, ഇത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം, ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അയാൾ പറയും അയ്യോ സാർ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളൊരു ഓർഡർ ചെയ്ത ആളെ തന്നെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്ന ആളാണ്, ഞങ്ങൾക്ക് ഈ എ സി തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ശരിയായ നമ്പർ എടുത്തിട്ട് വിളിക്കുക പറയുമ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത് മഹിമയാണ്. മഹിമ എടുക്കുമ്പോൾ സച്ചി പറയും ആരാ, ഇത് മധുസൂദനൻ്റെ നമ്പറിലേക്ക്. അപ്പോൾ അതേ പറയുന്നത് ആരാ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, ഞാൻ സച്ചി രവീന്ദ്രൻ്റെ മകനാണ് പറയും. അപ്പം മഹിമ നീ എന്തിനാണ് ഞങ്ങളുടെ ഫോണിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ പറയും നിങ്ങളൊരു എ സി കൊടുത്തയച്ചിട്ടുണ്ടെന്നല്ല, അതിവിടെ വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് കൊടുത്തയച്ചെന്ന് എനിക്കറിയാം, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ മഹിമ പറയും അങ്ങനെയൊന്നും വിചാരിക്കേണ്ടത്, ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് കണക്കൂട്ടിയാൽ മതി, ഞാനന്ന് വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ടൊരു ഗിഫ്റ്റായിട്ട് തന്നെന്ന് കണക്കൂട്ടിയാൽ മതി പറയുമ്പോൾ സച്ചി പറയും അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളിപ്പോൾ ഇത്രയും കാലം എ സി ഉണ്ടായിട്ടെന്നുള്ള ജീവിച്ച് ഇനി അങ്ങനെ ജീവിക്കാം, ഇത് തിരിച്ചു കൊടുത്തയക്കുകയാണ്, എൻ്റെ അച്ഛനെ ഞാൻ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്കറിയാം നിങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എ സി തിരിച്ചു കൊടുത്തയക്കണം. അപ്പം മഹിമ വിചാരിക്കണം ഇവനിട്ടിട്ടുള്ളൊരു പണി കൊടുക്കണം. അപ്പോൾ മഹിമ വിചാരിക്കണം ഈ എ സി തിരിച്ച് സുധിയുടെ കടയിൽ നിന്ന് മേടിച്ചല്ലേ, തിരിച്ച് സുധിയുടെ കടയിൽ നിന്ന് കൊണ്ടേ കൊടുക്കാം, എന്നിട്ട് കാശ് റീഫണ്ട് ചെയ്യാൻ പറയാം. അപ്പോൾ എ സി തിരിച്ച് വന്ന ആദ്യത്തെ കച്ചവടം നടന്ന പൈസ തിരിച്ച് റീഫണ്ട് ആകുമ്പോൾ സുധിക്ക് ദേഷ്യവും ശ്രുതിയും അതിൻ്റെ കലിപ്പ് മുഴുവൻ സച്ചിയോട് തീർക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ വീണ്ടും പ്രശ്നമാകും. അപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ
താല്പര്യമില്ലാത്ത വർഷയും ശ്രീകാന്ത് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് മഹിമ സുധിയുടെ കടയിലേക്ക് പോകണം. അപ്പോൾ സുധിയുടെ കടയിൽ പോകുമ്പോൾ ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മഹിമ വരുമ്പോൾ വായ എൻ്റെ എന്ന് പറയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ചമ്പനിരപ്പ് അവസാനിക്കുന്നത്. തീർച്ചയായും അതൊരു കുടുംബ കലഹത്തിലേക്കാണ് അത് എത്തുന്നതെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എനിക്കിന്ന് ലേറ്റായി എപ്പിസോഡിൻ്റെ കഥ പറഞ്ഞിടാൻ. അതുകൊണ്ട് എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.